ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തോ ശ്രീ ഗുരുഭ്യോ നമ. ഓം ലളിതാ പരമേശ്വരേ നമ. ശ്രീ ലളിതാ സഹസ്രനാമങ്ങളിലെ അടുത്ത നാമം നിത്യാ ഷോഡശീകാരൂപ ശ്രീകണ്ഠാർദ്ധശരീരിണി. 16 നിത്യാദേവതകളുടെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ദേവി. ശ്രീകണ്ഠാർദ്ധശരീരിണി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ്റെ പകുതി ശരീരത്തോടുകൂടി അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അർദ്ധനാരീശ്വരിയായിട്ട് ഇരിക്കുന്ന ദേവി. അടുത്തത് പ്രഭാവതി, പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി, പ്രഭയോടുകൂടിയിരിക്കുന്ന ദേവി. സഹസ്രാഭ എന്ന ധ്യാന ശ്ലോകത്തിലുണ്ട്. 1000 സൂര്യൻ ഉദിച്ച പ്രഭയാണ് ദേവിക്ക്. പ്രഭ തന്നെ രൂപമെടുത്തിരിക്കുന്ന ദേവി, പ്രഭാരൂപ. പ്രസിദ്ധ, എല്ലാവരാലും അറിയപ്പെടുന്ന ദേവി. പരമേശ്വരി, സർവ്വതിനെയും പരിരക്ഷിക്കുന്ന ഈശ്വരിയായിട്ടിരിക്കുന്ന ദേവി. അടുത്തത് മൂലപ്രകൃതിരവ്യക്ത വ്യക്താവ്യക്ത സ്വരൂപിണി. എല്ലാത്തിനും മൂലകാരണമായിട്ട് മൂലപ്രകൃതിയായിട്ടിരിക്കുന്ന ദേവി, അവ്യക്തയായിട്ടിരിക്കുന്ന ദേവി. പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ദേവി. വ്യക്താവ്യക്ത സ്വരൂപിണി, അങ്ങനെ ഉച്ചരിക്കണം അവിടെ. അടുത്തത് വ്യാപിനി, വിവിധാകാര വിദ്യാവിദ്യാസ്വരൂപിണി. അവിടെ വിദ്യാവിദ്യസ്വരൂപിണി എന്നല്ല, വിദ്യാ അവിദ്യസ്വരൂപിണി എന്നാണ് ഉച്ചരിക്കേണ്ടത്. വ്യാപിനി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ദേവി, ബ്രഹ്മം മുഴുവൻ. വിവിധാകാര, വിവിധ സ്വരൂപങ്ങളുണ്ട് ദേവിക്ക്. വിദ്യ വേണ്ടുന്നിടത്ത് വിദ്യയുടെ രൂപത്തിലും അവിദ്യ വേണ്ടുന്നിടത്ത് അവിദ്യാസ്വരൂപിണിയായിട്ടും ദേവി ഇരിക്കുന്നു. അടുത്തത് മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി. ഇവിടെ മഹേശ്വരൻ്റെ കണ്ണുകളെയാണ് പറയുന്നത്. മഹേശ്വരൻ്റെ കണ്ണുകളാകുന്ന ആമ്പൽപ്പൂക്കളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായിട്ടാണ് ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. അടുത്തത് ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി. തന്നെ ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലുണ്ടാവുന്ന തമസ്, അന്ധകാരം, ആ അന്ധകാരത്തെ ഭേദിപ്പിക്കുന്ന ഭാനു, സൂര്യൻ, സൂര്യപ്രഭയുടെ പ്രവാഹമായിരിക്കുന്ന ദേവി. അടുത്തത് ശിവദൂതി, ശിവാരാധ്യ, ശിവമൂർത്തി, ശിവങ്കരി. പരമശിവനെ ദൂതനാക്കിയ ദേവി. ശിവാരാധ്യ, ശിവനാൽ പോലും ആരാധിക്കപ്പെടുന്ന ദേവി. ശിവമൂർത്തി, ശിവസ്വരൂപിണിയായിരിക്കുന്ന ദേവി. ശിവങ്കരി, ശിവ എന്ന് പറഞ്ഞാൽ മംഗളം, സർവമംഗളങ്ങളും നൽകുന്നതുമായ ദേവിക്ക് നമസ്കാരം. അടുത്തത് ശിവപ്രിയ, ശിവപര, ശിഷ്ടേഷ്ട, ശിഷ്ടപൂജിത. പരമശിവൻ അങ്ങേയറ്റം പ്രിയപ്പെട്ടവളാണ് ദേവി. ശിവനിൽ മാത്രം തൽപരയായിരിക്കുന്ന ദേവി. ശിഷ്ടേഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ സംയമനത്തോടെ പ്രവർത്തിക്കുന്ന ശിഷ്ടന്മാർക്ക്, ഇവിടെ ഭക്തന്മാരെയാണ് പറയുന്നത്. ശിഷ്ടന്മാർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ദേവി. ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്ന ദേവി. അടുത്തത് അപ്രമേയ, സ്വപ്രകാശ, മനോവാച മഗോചര. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ ഒരിക്കലും അളക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ദേവിയുടെ ചൈതന്യം. സ്വപ്രകാശ, സ്വയം പ്രകാശിക്കുകയാണ് ദേവി.
മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാൻ കഴിയാത്ത ദേവി. സൂക്ഷ്മ ബുദ്ധി കൊണ്ട് മാത്രമേ ദേവിയെ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. ഓം മഹാദേവ്യൈ നമഃ.